ചാക്കിൽ കെട്ടിയ നിലയിൽ ബോഡി കിട്ടിയ അന്ന് ഒരു 11 മണി നേരത്ത് അഗസ്ത്യയും ആര്യനും IG ഓഫീസിലേക്ക് വന്നതാണ്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മരിച്ചത് രോഹിത്താണെന്ന നിഗമനത്തിൽ പോലീസുകാർ എത്തിച്ചേർന്നു. IG കൊലയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം ആവശ്യപ്പെട്ടതും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ എന്തെങ്കിലും പറയാനാവുകയുള്ളൂ എന്ന് അഗസ്ത്യ IG തുറന്നു പറഞ്ഞു. ദുരൂഹ സാഹചര്യത്തിൽ തുടർച്ചയായി 2 മരണം നടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സ്ത്രീ ആരാണെന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതുവരെയായിട്ടും സ്റ്റേഷൻ പരിധിയിൽ ഒരു മിസ്സിംഗ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. പിന്നെ ആരാണ് ആ സ്ത്രീ? എത്രയും പെട്ടെന്ന് 2 മരണത്തിനും വ്യക്തമായ ഉത്തരം കിട്ടിയിരിക്കണമെന്ന് IG ഓർഡർ കേട്ടതും അഗസ്ത്യ ആകെ പ്രതിസന്ധിയിലായി. ഒരു ഭാഗത്ത് രോഹിത് മരിച്ചു എന്ന യാഥാർത്ഥ്യം അവനെ ഒരുപാട് തളർത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ബോഡി ഏറ്റുവാങ്ങാൻ പോലും ആരുമില്ല എന്നത് ഒരു വിങ്ങലായി അവൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് അച്ഛനും അമ്മയും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതൊന്നും അറിയാതെ അവരുടെ കുരുന്ന് ആരുടെയോ വീട്ടിൽ കഴിയുന്നു. IG കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ് അഗസ്ത്യ. ആ നേരത്താണ് ദിഷയുടെ കോൾ വരുന്നത്. 2-3 തവണ അവൻ കോൾ ഡിസ്കണക്ട് ചെയ്തു. ഈ സമയത്ത് അവളോട് സംസാരിച്ചാൽ ശരിയാവില്ലെന്നറിയാവുന്നതുകൊണ്ട് അവൻ മനഃപൂർവ്വം അവളുടെ കോൾ അവഗണിച്ചതാണ്. അതിനിടയിൽ ഫോറൻസിക് ഓഫീസിൽ നിന്നും ഒരു കോൾ വന്നതും അവനത് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം മരിച്ച സ്ത്രീയെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അവർ അഗസ്ത്യയുമായി പങ്കുവച്ചു. അവരുമായുള്ള കോൾ അവസാനിപ്പിക്കാൻ നേരമാണ് പിന്നെയും ദിഷ കോൾ ചെയ്യുന്നത്. ഇത്തവണ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ദിഷ, ഞാനിതിൽ തിരക്കില്ല, നമുക്ക് പിന്നെ സംസാരിക്കാം, അഗസ്ത്യ നേരിയ സ്വരത്തിൽ പറഞ്ഞു. എന്നാൽ ഇതൊന്നും അറിയാതെ അവൾ അവനോട് ദേഷ്യപ്പെടുകയാണ്. പറ്റില്ല, എനിക്കിപ്പോൾ സംസാരിക്കണം. ഞാൻ എപ്പോൾ വിളിച്ചാലും നിങ്ങൾക്കിതേ പറയാനുള്ളൂ. വീട്ടിലെത്തി കൊഞ്ചിക്കൊഴയാണെങ്കിൽ വാ, ഞാൻ കാണിച്ചു തരാം. ദിഷ പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പിന്നെ സംസാരിക്കാം. പിന്നീട് എനിക്ക് സംസാരിക്കണമെങ്കിലോ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ മാത്രം പറ്റില്ല. കുറച്ച് മുന്നേ ആരുമായോ സംസാരിക്കുന്നത് കണ്ടല്ലോ. ദിഷ, നീ വെറുതെ. ഞാൻ നിങ്ങളോട് തർക്കിക്കാൻ വിളിച്ചതല്ല. എനിക്കിവിടെ വീട്ടിൽ നിന്ന് മടുത്തു. ഞാൻ മാനസയുടെയും മയൂരിയുടെയും കൂടെ സിനിമയ്ക്ക് പോവാം, അത് പറയാൻ വിളിച്ചതാ. പറ്റില്ല, നീ ഇപ്പോൾ എങ്ങോട്ടും പോണില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാൻ പോകണമെന്ന് തീരുമാനിച്ചാൽ ഞാൻ പോയിരിക്കും. ഇനിയിപ്പോൾ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് പറയണ്ടല്ലോ. അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. നിനക്കെന്താടി പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ അവിടുന്ന് ഒരടി അനങ്ങിയ ഞാനറിയും. നീ ഇന്ന് സിനിമക്കെന്നല്ല ഒരിടത്തും പോവില്ല. നീ ആ വീടിൻ്റെ പടി കടന്നുവെന്ന് ഞാൻ അറിഞ്ഞ. ദിഷ, നിനക്കെന്നെ അറിയാലോ. അഗസ്ത്യയുടെ സ്വരം കടുത്തിരുന്നു. ഭീഷണിയോ? എന്നാ വേണ്ട, ഞാൻ പലതവണ പറഞ്ഞതാ എനിക്ക് ഈ അരുതുകളൊന്നും ഇഷ്ടമല്ലെന്ന്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത്. ദിഷ, സ്റ്റോപ്പ് ഇറ്റ്. യു സ്റ്റോപ്പ് ഇറ്റ് ഇഡിയറ്റ്. പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക്. യു ഇഡിയറ്റ്. താനും ഇഡിയറ്റാണ്. തൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം ഇഡിയറ്റുകളാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അത് ഇഡിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിലെ ബഡാ ഇഡിയറ്റാണ് താൻ. ഈ പോലീസുകാർ മൊത്തം ഊന്തുകളാണ്. ആവശ്യത്തിനനുസരിച്ച് നിറം മാറുന്ന ഓന്തുകൾ. ദിഷ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു. വെച്ചിട്ട് പോടി പുല്ലേ. എന്താ വിളിച്ചത്? പുല്ലേന്നോ? താൻ നോക്കിക്കോ, തനിക്ക് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവൾ കോൾ അവസാനിപ്പിച്ചു. അവസാനം അവൾ കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു എന്ന് അവന് മനസ്സിലായി. അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയതും അഗസ്ത്യ അവളെ തിരിച്ചു വിളിച്ചു. അപ്പോൾ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. അതോടെ അഗസ്ത്യയുടെ ടെൻഷൻ ഇരട്ടിച്ചു. ഇനിയിപ്പോൾ വാശിക്ക് ഉറപ്പായും പുറത്തു പോകും അവൻ ചിന്തിച്ചു. തൊട്ടരികിൽ നിന്നുകൊണ്ട് ആര്യൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആര്യനുണ്ടെന്ന കാര്യം പോലും മറന്നുകൊണ്ടാണ് അഗസ്ത്യ അവളോട് ദേഷ്യപ്പെട്ടത്. ദേഷ്യം വന്നാൽ പിന്നെ നമ്മൾ പറയുന്നതൊന്നും അവളുടെ ചെവിയിലെത്തില്ല. എനിക്കിത് തന്നെ വേണം. തലയിൽ കയറ്റി വെച്ചത് ഞാൻ തന്നെയാണ്. സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുക. അവന്മാർ അവൾ പുറത്തിറങ്ങുന്നതും കാത്തിരിക്കുന്നുണ്ടാവും. കൊച്ചു കുഞ്ഞാണെങ്കിൽ പൂട്ടിയിടായിരുന്നു. ഇതിപ്പോൾ അവരുടെ മുന്നിൽ ചെന്ന് ചാടി കൊടുക്കട്ടെ, അപ്പോൾ പഠിക്കും. സ്വത്തിന് വേണ്ടി അവളുടെ അച്ഛനെയും കൂടപ്പിറപ്പിനെയും കൊന്നു. ഇപ്പോൾ മറ്റൊരു ജീവനും പൊലിഞ്ഞു പോയിരിക്കുക. ആരോടൊന്നുമില്ലാതെ പറഞ്ഞുകൊണ്ട് അഗസ്ത്യ വണ്ടിക്കരിയിലേക്ക് നടന്നു. അഗസ്ത്യയുടെ സ്വരത്തിൽ ദേഷ്യവും സങ്കടവും കലർന്നിരുന്നു. അതിനും അപ്പുറം രോഹിത്തിൻ്റെ മരണം അവൻ അത്രത്തോളം ദുഃഖത്തിലാഴ്ത്തുന്നുണ്ട്. അതിന് മാത്രം അയാൾ സാറിൻ്റെ ആരാണ്? ഞാനറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്ന് ആര്യൻ മനസ്സിലാക്കി. അവനപ്പം തന്നെ തൻ്റെ ഫോൺ എടുത്ത് മാനസയെ വിളിച്ചു. ഹലോ. കോൾ എടുത്ത മാനസ ഗൗരവം നടിച്ചു. ഇത് ഞാനാ, ആര്യൻ പറഞ്ഞു. ഞാനോ? ഞാനെന്ന് വെച്ചാൽ ഈ ഞാനെന്നെ പേരില്ലേ? പേര് പറ, അല്ലാതെ എനിക്ക് ഞാനിനെയും ഞാനൂലിനെയും ഒന്നും അറിയില്ല. മാനസയുടെ പറച്ചിൽ ആര്യനെ ഇറിറ്റേറ്റ് ചെയ്തു. ഇതിപ്പോൾ ദിഷയുടെ മറ്റൊരു വേർഷൻ. അഹങ്കാരത്തിന് കൈയും കാലും വെച്ച സാധനം.
അഹങ്കാരം അലങ്കാരമായി കൊണ്ട് നടക്കുക മൂന്നും. ആര്യൻ മനസ്സിൽ പറഞ്ഞു. ഹലോ മിസ്റ്റർ ഞാൻ, എന്തുപറ്റി? മാനസ വിടുന്ന മട്ടില്ല. മാനസ പ്ലീസ്. മാനസ അതെൻ്റെ പേരല്ലേ? ഞാനെൻ്റെ പേരാണ് ഞാൻ ചോദിച്ചേ. ഇനിയിപ്പോൾ ആ ഞാനിന് പേരില്ലെങ്കിലേ ഈ ഞാനൊരു പേരിടാം. മാനസ പരിഹാസ ചുവയോടെ പറഞ്ഞു. നിർത്തടി പുല്ലേ, നീ എന്താ കരുതിയേ? ഞങ്ങൾ പോലീസുകാർ വെറും ഉണ്ണാക്കന്മാരാണെന്നോ? ആരോടാ നീ സംസാരിക്കുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? ആര്യൻ്റെ സ്വരം കടുത്തതും പിന്നെ അവളൊന്നും മിണ്ടിയില്ല. ഉണ്ടോന്ന് ചോദിച്ചത് കേട്ടില്ലേ? എന്താ നിന്റെ നാക്കിറങ്ങിപ്പോയോ? അല്ലെങ്കിൽ നിന്റെ ചെവി അടിച്ചു പോയോ? ഇല്ല, മാനസ നേരെ ശബ്ദത്തിൽ പറഞ്ഞു. എന്തില്ലെന്ന്? ചെവി അടിച്ചു പോയിട്ടില്ലെന്ന്. കുറച്ച് ഉറക്കെ പറഞ്ഞേ. അല്ല, ഇത്രയും നേരം സ്പീക്കർ വെച്ച പോലെ ആയിരുന്നല്ലോ സംസാരം. ഇപ്പം എന്തേ ആ സ്പീക്കർ നീ എടുത്ത് വിഴുങ്ങിയാ? ആര്യനും വിടുന്ന മട്ടില്ല. ഇല്ല, ഞാൻ ഉറക്കെ തന്നെയാ പറയണേ. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല എന്നുണ്ടോ? അറിയാം, CI ആര്യൻ സാർ. അപ്പം അറിയാം, ഞാൻ നിന്റെ ആരാ? അറിയില്ല. അതെന്താ അറിയാത്തത്? അവളൊന്നും പിന്നെ മിണ്ടിയില്ല. ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. ഞാൻ നിന്റെ ആരെങ്കിലും ആണോന്ന്? അല്ല. പിന്നെന്തിനാ നീ എന്നെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നത്? അത് പിന്നെ ഇഷ്ടം കൊണ്ടാ. എന്നെ ഇഷ്ടപ്പെടാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ല. പിന്നെ അറിയാതെ ഇഷ്ടപ്പെട്ട് പോയതാ. എന്നാൽ അതുപോലെ അറിയാതെ അങ്ങ് മറന്നേക്കണം. പറ്റുമോ? അവളൊന്നും മിണ്ടിയില്ല. പറ്റുമോന്ന്? ശ്രമിക്കാം. നീ എന്താ പറഞ്ഞ? മാനസ പൊളിയാണ്, വൈബാണ്, വെർജിനാണ്, വേറെ ലെവലാണ്. അവളുടെ മറ്റേടത്തൊരു പ്രപ്പോസിങ് ഡയലോഗ്, അതും ഹോട്ടൽ വാഷ്റൂമിൻ്റെ അരികിൽ നിന്ന്. നിനക്ക് വേറെ എവിടെയും കിട്ടിയില്ലേ? വേണേ ഞാൻ ഒന്നുകൂടെ പ്രപ്പോസ് ചെയ്യാം. എന്താ? കേട്ടില്ല. അവൻ്റെ ചോദ്യം കേട്ട് വീണ്ടും അവൾ മൗനം പാലിച്ചു. നീ ഒന്നുകൂടെ ബാക്കി പറ. ഒന്നുകൂടെ പ്രപ്പോസ് ചെയ്യാന്ന്. എന്നാ ഇപ്പം ചെയ്യും. നിന്റെ വേർജിനിറ്റി ഒന്നും എനിക്കറിയണ്ട, മാറ്റിപ്പിടി. പിന്നെ കേൾക്കുമ്പോൾ എനിക്കിത്തിരി ഫീലിങ്സ് ഒക്കെയും തോന്നണം, ഇല്ലെങ്കിൽ ഞാൻ റിജക്റ്റ് ചെയ്യും. ഇത് നിനക്ക് ഞാൻ തരണ ലാസ്റ്റ് ചാൻസാണ്. പറഞ്ഞിട്ടും അവളൊന്നും മിണ്ടിയില്ലേ. പ്രപ്പോസ് ചെയ്യുന്നില്ലേ? ഇല്ല. അതെന്താ? ഞാനിനി എത്ര ഫീലിങ്സോട് കൂടി പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അതൊരു കോമഡിയായി തോന്നും. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എനിക്ക് അങ്ങനെയൊക്കെ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സാർ അല്ലാതെ തന്നെ എന്നെ റിജക്റ്റ് ചെയ്തോളൂ. ഞാനിനി സാറിനെ വിളിച്ച് ശല്യം ചെയ്യില്ല. അല്ലെങ്കിലും നമ്മളുടെ സ്വഭാവം തമ്മിലെ അലുവയും മത്തിക്കറിയും പോലെയാ. ഞാൻ സാറിന് ഒട്ടും മാച്ചല്ല. എന്നാൽ ഞാൻ വെക്കട്ടെ. ഗുഡ് ബൈ. ഓ, ഇതായിരിക്കും താൻ പറഞ്ഞ കോമഡി ടോൺ. ബട്ട് എനിക്ക് കോമഡി ആയിട്ട് തോന്നിയില്ല. എവിടെയൊക്കെയോ എനിക്ക് ചെറുതായി ഫീൽ ചെയ്തു. സോ ഇത്തവണ അവൻ്റെ സ്വരം ചെറുതായി നേർത്തിരുന്നു. സോ മാനസിക ആകാംക്ഷ. സോ ഞാൻ ആര്യൻ വീണ്ടും അത്രയും പറഞ്ഞു നിർത്തി. ഞാൻ അല്ല സാർ, ഞാൻ നിൻ്റെ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തു. മാനസ ശരിക്കും ഞെട്ടി. സത്യമാണ് സാർ? സത്യം. എങ്കിൽ ഒരു ഐ ലവ് യു പറയോ? പിന്നെ ഞാനിപ്പം പറയും, കാത്തിരുന്നു. ശോ, ഞാൻ വിളിച്ച കാര്യം പോലും മറന്നു. അപ്പോൾ സാർ ഇഷ്ടം പറയാനല്ലേ വിളിച്ചേ? പിന്നെ എനിക്ക് ഈ നേരമില്ലാത്ത നേരത്ത് അതാണല്ലോ പണി. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതോ? മാനസ പരിഭവിച്ചു. അത് പിന്നെ നിൻ്റെ ആ ലാസ്റ്റത്തെ ഡയലോഗിൽ ഞാൻ വഴുതി വീണ് പോയില്ലേ? സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് നിന്നെ ഞാനേ ഓർത്തത് പോലുമില്ല. അപമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ വെച്ചോട്ടെ സാർ? വെക്കല്ലോടോ, ഞാൻ പറയട്ടെ. എന്നാൽ പെട്ടെന്ന് പറ, ഞങ്ങൾ സിനിമയ്ക്ക് പോകാനിറങ്ങിയതാ. നിൻ്റെ ഈ സിനിമാ പ്രാന്ത് കൊണ്ട് എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. വല്ലപ്പോഴും ഓരോ സിനിമ, അല്ലാതെ ഇറങ്ങണ പടം മൊത്തം കണ്ടു തീർക്കാമെന്നും ഞാൻ നേർച്ചയൊന്നും നേർന്നിട്ടില്ല. ഓഹോ, ചുമ്മാതല്ല ആ പെണ്ണാ പയ്യൻ്റെ കൂടെ സിനിമയ്ക്ക് പോയേ. ആര്യൻ്റെ പറച്ചിൽ കേട്ട് മാനസ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്. പെണ്ണോ? ഏത് പെണ്ണ്? ആരുടെ കാര്യം നീ പറഞ്ഞേ? അത് പിന്നെ എൻ്റെ അമ്മായിയുടെ മോള്. അവൾ ഈ നിമിഷം ഞാൻ ഓർത്തു പോയതാ. നീ ഇപ്പോൾ കൂടുതലൊന്നും ഓർക്കാൻ നിൽക്കണ്ട. നീ പെട്ടെന്ന് ദിശയുടെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് സിനിമയ്ക്കുള്ള പോക്ക് ക്യാൻസൽ ചെയ്യണം. അയ്യോ, അത് പറ്റില്ല. ഞങ്ങൾ ഓൺലൈനായി ടിക്കറ്റ് എടുത്തു പോയില്ലേ. എൻ്റെ കയ്യിൽ നിന്നാണ് ക്യാഷ് ചിലവാക്കിയ. ഷോ, ഞഞ്ഞായി. ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. നിനക്ക് വേണേലേ ആ പൈസ ഞാൻ GPay ചെയ്യാം. എങ്കിലേ 1000 രൂപ കൂട്ടി ചെയ്യണേ. എൻ്റെ പോക്കറ്റ് മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ അച്ഛന് ശമ്പളം കിട്ടിയിട്ട് വേണം. വെറുതെ വേണ്ട, കടായിട്ട് മതി. നമ്മുടെ വിവാഹം കഴിഞ്ഞ് എനിക്ക് പോക്കറ്റ് മണി തരുമ്പോൾ അതിൽ നിന്ന് 1000 പിടിച്ചോ. ദൈവമേ, നിൻ്റെ ഒരു തൊലിക്കട്ടിയെ ആര്യൻ പ്രത്യേക ഗീണത്തിൽ പറഞ്ഞു പോയി. അതെ, ഞാൻ ഒറ്റ മോളാ. അച്ഛൻ കൊഞ്ചിച്ചാ വളർത്തിയേ.
അതുകൊണ്ട് എവിടെ എന്ത് പറയണം എന്നൊന്നും എനിക്കറിയില്ല. സോറി, അവൾ പരിഭവിച്ചു. ശരി, ഇനി ഞാൻ പറയാതെ ആ വാ തുറക്കരുത് പ്ലീസ്. ആര്യൻ നേരത്തെ നടന്ന സംഭവമൊക്കെയും ചുരുക്കി പറഞ്ഞു. രോഹിത്തിൻ്റെ മരണം ഒഴികെ രണ്ടുപേര് മരിച്ചു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ല, ശരിക്കും ആരവരെ കൊന്നേ? മാനസിക സംശയം. നിന്റെ അച്ഛൻ. ഇതേ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ അച്ഛൻ അത് ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. ദൈവമേ, നിന്റെ അച്ഛൻ്റെ നമ്പർ ഒന്ന് തരണേ, ആര്യം പറഞ്ഞു. എന്തിനാ പെണ്ണ് ചോദിക്കാനാ? അല്ല, പത്മശ്രീ കൊടുത്ത് ആദരിക്കാനാ. ഇതുപോലൊരെണ്ണത്തിനെ ഉണ്ടാക്കിയില്ലേ? കളിയാക്കിയതല്ലേ? കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാ സാറേ. ഞാനേ എൻ്റെ അച്ഛൻ്റെ മാനസപുത്രിയാ. സമ്മതിച്ചേ. എന്നാ അച്ഛൻ്റെ മാനസപുത്രി ക്യൂട്ട്നെസ് ഇട്ട് വെറുപ്പിക്കുന്നത് നിർത്തി വേഗം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. ഇന്ന് വൈകുന്നേരം വരെ നീ ദിശയുടെ കൂടെ ഉണ്ടാവണം. പുറത്തെങ്ങും പോകരുത്, കേട്ടല്ലോ? ഇല്ല, പോവില്ല. ഓക്കെ, ഗുഡ് ഗേൾ. താങ്ക്സ്. എന്നാ വെക്കട്ടെ? വെക്കല്ലേ. എന്താ? അത് പിന്നെ ഐ ലവ് യു. ആ നിമിഷം അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ലവ് യു ടു. അവൻ്റെ അധരങ്ങൾ മൊഴിഞ്ഞു. താൻ കേട്ടത് സത്യമാണോ എന്ന് പോലും ചിന്തിക്കാൻ അവസരം കൊടുക്കാതെ അവൻ കോൾ കട്ട് ചെയ്തിരുന്നു. മാനസ മയൂരിയുമായി അപ്പം തന്നെ ദിശയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അഗസ്ത്യ ദേഷ്യപ്പെട്ടതിനാൽ മുറിയടച്ചിരിക്കുമായിരുന്നു ദിശ. അവനോട് വാശിക്ക് എന്തൊക്കെയോ പറഞ്ഞെങ്കിലും ഒരു കാര്യം അവൻ വേണ്ട, ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവളത് വേണ്ടെന്ന് വെക്കുമായിരുന്നു. ഇന്നിപ്പോൾ സിനിമയ്ക്ക് പോവണ്ടെന്ന് കടുപ്പിച്ച് പറഞ്ഞതുകൊണ്ട് പോവണ്ട എന്ന് അവളും തീരുമാനിച്ചു. പക്ഷേ പുട്ടിയടിച്ച് കെട്ടിയൊരുങ്ങി വന്നവളുമാരോട് എന്ത് പറയും എന്നാലോചിക്കുമ്പോഴാണ് അവരിങ്ങോട്ട് പറയുന്നത്, നമുക്ക് സിനിമ ക്യാൻസൽ ചെയ്താലോ എന്ന്. ഹാവു, രക്ഷപ്പെട്ടു, ദിശ മനസ്സിൽ പറഞ്ഞു. എടി, നമ്മളെ 7 പഠിക്കുമ്പോഴുള്ള ഒരു മഴക്കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് ഞാനും ഇവളും ഇതുപോലെ ഇവിടേക്ക് വന്നതാ. അന്ന് നമ്മൾ ആ പെരുമഴയത്തെ ഇവിടെ പാടത്തും പറമ്പിലും തോട്ടിലൊക്കെയും കറങ്ങി നടന്നത്. മാനസ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഓർക്കാതെ ആരാൻ്റെ പറമ്പിലെ പേരക്കയും മാങ്ങയും കട്ടുതിന്ന് അതിൻ്റെ കൂടെ അവരുടെ കുറ്റവും കുറവും പറഞ്ഞ് ചേമ്പിലയും തലയിൽ ചൂടി തോട്ടുവക്കിലേക്ക് നടന്നതും അവിടെ ഇരുന്ന് തവളകളുടെ കരച്ചിൽ ആസ്വദിച്ചു ഗോസിപ്പിൻ്റെ ബാണ്ടക്കെട്ട് തുറന്നതും ഹിന്ദി മിസ്സും PT സാറും തമ്മിലുള്ള ലൈൻ വലിയും ഉച്ചക്കഞ്ഞി വെക്കുന്ന നാരായണി ചേച്ചിയും മിഠായിക്കടയിൽ അനന്തേട്ടൻ തമ്മിലുള്ള മുട്ടക്കൊളാബും നമ്മൾ കയ്യോടെ പൊക്കി പ്രിൻസി അറിയിച്ചതും നമ്മുടെ ക്ലാസ്സിലെ മീനുവും 10Bയിലെ ശരത്തും തമ്മിലുള്ള ഡിങ്കോളിഫിക്കേഷൻ ക്ലാസ് ടീച്ചറെ അറിയിച്ച് നമ്മളൊരു മനസ്സുഖം കണ്ടെത്തിയതും ഒക്കെയായിരുന്നു ഹൈലൈറ്റ് ഗോസിപ്പ്. അല്ലെങ്കിലും നമ്മൾ സിംഗിൾസിൻ്റെ ഇടയിൽ അവൾ മാത്രം അങ്ങനെ മിങ്കിളാവണ്ട, മയൂരി ഓരോന്ന് ഓർത്തെടുത്ത് പറഞ്ഞു. അതൊക്കെ ഒരു കാലം. നോസ്റ്റ് ഒഴിച്ചടി, മാനസ ഒരു ഈണത്തിൽ പറഞ്ഞു. എടി തച്ചൂസ്, നമുക്ക് ഇന്നും അതുപോലൊരു ഡേ റീക്രിയേറ്റ് ചെയ്ത് നോസ്റ്റ് ഒടിച്ച് പണ്ടാരടങ്ങിയാലോ? മാനസ ദിശയ്ക്ക് നേരെ പുരുകം പൊക്കി. സംഭവം കൊള്ളാം, പക്ഷേ എനിക്കൊന്നും മൂടില്ലടി, ദിശ മുടക്കം പറഞ്ഞു. മൂടക്ക് താനെ വന്നോളും, നീങ്ങ് വന്നേ. മയൂരി ദിശയെ എഴുന്നേൽപ്പിച്ചു മുറിയിൽ നിന്ന് ഉന്തിത്തള്ളി പുറത്തേക്ക് നടന്നു. അതെ, അന്നത്തെ പേരയ്ക്കും മാങ്ങയൊന്നും ഇന്ന് കിട്ടില്ല, അതൊക്കെയും അവർ വെട്ടിക്കളഞ്ഞു, ദിശ അവരെ ഓർമ്മിപ്പിച്ചു. വേണ്ട, ഇത്തവണ നമുക്ക് മാറ്റിപ്പിടിക്കാം. ഞാൻ ലേസും ഫ്രൂട്ടിയും തേമിഠായി അടക്കം അല്ലറ ചില്ലറ മിഠായും പിന്നെ ഡയറി മിൽക്ക് സിൽക്കും ഒക്കെയും വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ അടുക്കളയിൽ ഉള്ളതൊക്കെ നീ അടിച്ചു മാറ്റിക്കോ, മാനസിയാണ് പറഞ്ഞത്. അല്ലടി, നിനക്കെവിടെന്നാ ഡയറി മിൽക്ക് സിൽക്ക് 3 വാങ്ങിക്കാനുള്ള ക്യാഷൊക്കെയും? സത്യം പറ, നീ നിൻ്റെ അമ്മയുടെ കുടുക്ക കുത്തിപ്പൊട്ടിച്ചോ? മയൂരി മാനസയെ സംശയത്തോടെ നോക്കി. ഓ പിന്നെ, മാനസ കുടവും കുടുക്കയ്ക്കും പൊട്ടിച്ചിരുന്നു. അതെ, ഇന്നലെ വരെ. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യം മാനസയ്ക്കില്ല. അതെന്താ, മാനസയ്ക്കിന്ന് ലോട്ടറി അടിച്ചാ? മയൂരി വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കി. അടിച്ചു മോളെ, വെറും ലോട്ടറിയല്ല, ഒരു ബമ്പർ ലോട്ടറി. മാനസ ആരെയും GPay ചെയ്തു കൊടുത്ത 5000 രൂപയെ ഓർത്തുകൊണ്ട് പറഞ്ഞു. ഇവൾക്ക് പ്രാന്ത, നീങ്ങ് വന്നേ തച്ചു. നല്ല മഴയുണ്ട്, കഴിക്കാനുള്ളതും റെഡി. പക്ഷേ ആരെക്കുറിച്ച് പരദൂഷണം പറയും? മയൂരി ഇരുവരെയും മാറി മാറി നോക്കി. നമുക്ക് DCPയെ കുറിച്ച് പരദൂഷണം പറഞ്ഞാലോ? മാനസ ദിശയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. പറയും. അതിന് വെച്ച വെള്ളം മക്കളങ്ങ് മാറ്റി വെച്ചേക്ക്. എങ്കിൽ പിന്നെ ഞങ്ങളോട് ഇതുവരെ പറയാത്ത നിൻ്റെയും DCPയുടെയും വർഷങ്ങൾക്ക് മുൻപുള്ള ആ പഴയ നാരങ്ങ മിഠായി പ്രണയം അതിന്ന് പറഞ്ഞേ പറ്റൂ. മാനസയാണ് പറഞ്ഞത്. അത് വേണ്ട, എനിക്കൊരു മൂഡില്ല. ഇനി ഒരിക്കൽ പറയാം. മൂടൊക്കെ അവിടെ എത്തുമ്പോൾ താനേ വന്നോളും. ഇവളും ഇവളുടെ ഒരു മൂടും. എൻ്റെ മൂട് പരമ്പര ദൈവങ്ങളെ, ഇവൾക്ക് മൂട് വാരിക്കോരി കൊടുത്തേക്കണേ.
മയൂരി പറയുന്നത് കേട്ടപ്പോൾ ദിശയ്ക്ക് ചിരി വന്നു. അതെ, നിങ്ങൾ ആരെങ്കിലും ഫോൺ എടുത്തായിരുന്നോ? അന്നത്തെ പോലെ നിങ്ങൾക്ക് അവിടെ ബീജയിടാനേ തവളകളില്ല, ദിശ ഇരുവരെയും നോക്കി പറഞ്ഞു. ഇല്ലേ, അതെന്താ ഇത് തവളകൾക്ക് ഹർത്താലാ? പിന്നെ ഹർത്താൽ ഒന്ന് പോടി. ഈ നാട്ടിലെ തവളകൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. അയ്യോ, ആരാ വില്ലൻ, മൂർഖനോ അനലിയോ? അതെ, മൂർഖൻ പാമ്പിൻ്റെ താവളത്തിലേക്ക് ചില്ല് ചെയ്യാൻ പോണോ സഹോ? മയൂരി രണ്ടിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്ന് പോടി, മൂർഖനുണ്ടെങ്കിൽ തന്നെ ഇവളുടെ ലവ് സ്റ്റോറി കേട്ടങ്ങ് ബ്ലഷ് അടിച്ച് നിന്നോളൂ, മാനസ പറഞ്ഞു. അപ്പോൾ എങ്ങനെ? മഴ, ലവ് സ്റ്റോറി, ജോൺസൺ മാഷ്, പൊളി പൊളി, മാനസ ഒരു ഇണത്തി പറഞ്ഞു. ഹേയ്, അത് വേണ്ട. മഴ, ലവ് സ്റ്റോറി, റഹ്മാൻ, അതാവും കുറച്ചുകൂടി നല്ലത്, മയൂരിയാണ് പറഞ്ഞത്. ഒന്ന് പോടി, നിങ്ങൾ കരുതും പോലെ ബ്ലഷ് അടിക്കാൻ മാത്രം ഒന്നുമില്ല, അങ്ങയുടെ ജാട മാത്രമേ ഉള്ളൂ, ദിശ ഇരുവരോടായി പറഞ്ഞു. എങ്കിൽ അത് കഴിഞ്ഞ് നീ നിന്റെ ഫസ്റ്റ് നൈറ്റ് സ്റ്റോറി പറഞ്ഞാൽ മതി, ഞങ്ങൾ അത് കേട്ട് ബ്ലഷ് അടിച്ചോളാം. അല്ലേടി മാനസമൈനെ. മാനസ മറ്റേതോ ലോകത്താണെന്ന് തോന്നിയതും മയൂരി ഉറക്കെ പറഞ്ഞു. തന്നെ തന്നെ, എന്നാലേ എനിക്കുണ്ട് ചിലത് പറയാൻ. ആദ്യം അവൾ പറയട്ടെ, എന്നിട്ട് ഞാൻ പറയാം, മാനസ നാണൊക്കെയും വരുത്തി പറഞ്ഞു. നിന്റെ ബമ്പർ ലോട്ടറിയുടെ കഥയാവും എങ്കിലേ വേണമെന്നില്ല, മയൂരി ചിരിയോടെ പറഞ്ഞു. അവളുടെ നാണൊക്കെയും പറപ്പിച്ചു വിട്ടു. അങ്ങനെ മൂന്നും കവറിൽ കരുതിയ സ്നാക്സും ഒക്കെയും പിടിച്ച് ആ മഴയത്തൂടെ പറമ്പിലേക്ക് ഇറങ്ങി നടന്നു. നല്ലവണ്ണം മഴ നനഞ്ഞതുകൊണ്ടാവാം ദിശ തണുപ്പ് പിടിച്ച് മുത്തശ്ശിയുടെ മടിയിൽ തല വെച്ച് ചുരുണ്ട് കിടപ്പാണ്. സെറ്റിയിലിരുന്ന് സീരിയൽ കാണുകയാണ് അമ്മയും മുത്തശ്ശിയും. തൊട്ടരികിൽ അച്ഛനും ഉണ്ട്. പുള്ളിക്കാരൻ കടയിലെ കണക്ക് പുസ്തകവും കൈ പിടിച്ച് കണക്ക് നോക്കുകയാണ്. അതിനിടയിൽ അച്ഛനെ പോലൊരു അച്ഛൻ്റെ സീൻ വരുമ്പോൾ ടി വിയിലേക്ക് നോട്ടം എറിയുന്നുണ്ട്. സീരിയൽ വിരോധിയായ ദിശ തല ഉയർത്തി എല്ലാത്തിനെയും വല്ലാത്ത ഭാവത്തിൽ നോക്കി പുച്ഛിച്ചു. പിന്നെയും ചുരുണ്ട് കിടന്നു. എൻ്റെ മുത്തശ്ശി, ഇത് കാണുന്ന നേരം കൊണ്ട് വല്ല നാമവും ജപിച്ചിരിക്ക്. വൃദ്ധകൾക്ക് വേണ്ടത് ദൈവഭക്തിയാ, അല്ലാതെ സീരിയൽ ഭക്തിയല്ല, ദിശ മുത്തശ്ശിയെ നോക്കി പറഞ്ഞു. ഈശ്വര ഭഗവാനെ, എൻ്റെ വിക്രമനെ കാത്തോണേ. അവൻ്റെ നിരപരാധിത്യം എത്രയും പെട്ടെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു. അതിനിടയിൽ മുത്തശ്ശിയുടെ ഡയലോഗ് കേട്ടതും ദിശ മുത്തശ്ശിയെ ഒന്നിരുത്തി നോക്കി. അതെ, എനിക്ക് വേണ്ടി ഇതുപോലെ ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആവോ? മുത്തശ്ശിയെ നോക്കി അതും പറഞ്ഞ് അവൾ പിന്നെ അവരുടെ മടിയിൽ ചുരുണ്ടു. മുത്തശ്ശി അവളുടെ പറച്ചിൽ കേട്ട് പുഞ്ചിരിയാൽ അവളുടെ മുടിയിലൂടെ വിരലോടിച്ചു. അതിനിടയിലാണ് കോളിംഗ് ബെൽ കേട്ട് അച്ഛൻ ഡോറിനരികിലേക്ക് നടക്കുന്നത്. അമ്മേ, ബീനെ, ദേ ആരാ വന്നതെന്ന് നോക്കിക്കേ എന്നും പറഞ്ഞാൽ അച്ഛൻ്റെ സ്വരത്തിന് പിന്നാലെ, ആരിത്, മോനോ? എന്താ മോൻ ഒരു മുന്നറിയിപ്പില്ലാതെ എന്ന് മുത്തശ്ശിയും മോൻ വരുന്ന കാര്യം വിളിച്ചു പറയായിരുന്നുവെന്ന് അമ്മയും. ആരാണിപ്പോൾ ഈ മോനെന്നറിയാനുള്ള ആകാംക്ഷയിൽ ദിശ മെല്ലെ തലചരിച്ചു നോക്കിയതും ദേ നിൽക്കുന്നു പോലീസ് മരുമോൻ. ആള് യൂണിഫോമിലല്ലായിരുന്നു, എങ്കിലും ഗ്ലാമറിന് ഒരു കുറവില്ല. എന്നാൽ പിന്നെ മരുമോനെ എന്ന് അഭിസംബോധന ചെയ്താൽ പോരായിരുന്നോ? മനുഷ്യൻ്റെ വില ഇപ്പം പോയനെ ആരും കണ്ടില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് ദിശ പിന്നെയും ഒന്നും അറിയാത്ത പോലെ ചുരുണ്ടു. വാമോനെ എവിടെ ഇരിക്കുക എന്നും പറഞ്ഞ് മുത്തശ്ശി അഗസ്ത്യയെ വിളിച്ച് ഓപ്പോസിറ്റ് സൈഡിലെ സെറ്റിയിലിരുത്തി. അച്ഛനും അമ്മയും ഏതാണ്ടൊക്കെയും പറഞ്ഞ് അകത്തേക്ക് നടക്കുന്നത് ശ്രദ്ധിച്ച അഗസ്ത്യ തനിക്കൊന്നും വേണ്ടെന്നും പെട്ടെന്ന് തിരിച്ചു പോകുന്നുണ്ടെന്നും അവരറിയിച്ചു. അഗസ്ത്യയുടെ കണ്ണുകൾ ദിശയിലേക്ക് നീണ്ടു. ദച്ചുമോളെ, ഇത് ആരാ വന്നതെന്ന് നോക്കിക്കേ. മുത്തശ്ശി അവളെ തട്ടി വിളിച്ചു. അവളാണെങ്കിൽ കേട്ട ഭാവം നടിക്കാതെ കള്ള ഉറക്കം നടിച്ചു. മോളെ ദച്ചുവേ, എഴുന്നേക്ക് കുട്ടിയെ. മുത്തശ്ശി പിന്നെയും അവളെ ഉണർത്താൻ നോക്കി. ഈ കുട്ടി ഇതെപ്പോഴാണ് ഉറങ്ങിയേ? ഇത്രയും നേരം എന്നോട് ഓരോന്നും പറഞ്ഞിരുന്നതാണല്ലോ. മോളെ ദച്ചു, മോളെ. വേണ്ട മുത്തശ്ശി, വിളിക്കണ്ട, അവൾ ഉറങ്ങിക്കോട്ടെ, ഞാൻ അവളെ അതുപോലെ എടുത്ത് കൊണ്ടുപോയിക്കൊള്ളാം, അഗസ്ത്യ പറഞ്ഞു. പിന്നെ എൻ്റെ പട്ടി വരും, താൻ നോക്കിയിരുന്നു, ദിശ മനസ്സിൽ പറഞ്ഞു. അയ്യോ, എൻ്റെ റാണുപപ്പി അവിടെ എന്ത് ചെയ്തു എന്തോ. അതിനിടയിൽ അവൾ പട്ടിയെ ഓർത്തു. മോളെ കൊണ്ടുപോകാൻ വന്നതാണോ? ഈ രാത്രിയിൽ പോകണു മോനെ? വേണം മുത്തശ്ശി, പോയേ പറ്റൂ. എന്നാ മോനിവിടെ ഇരിക്ക്. ഈ കുട്ടിയുടെ മുടിയൊക്കെ അങ്ങ് നല്ലോണം കുഴയുന്നുണ്ട്. ഞാനൊരു എണ്ണ കാച്ചി വെച്ചിട്ടുണ്ട്, അതുകൂടി എടുത്തോളൂ. എന്നാൽ ഞാൻ അത് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അവർ ദിശയെ സെറ്റിയിൽ നേരെ കിടത്തി അവിടെ നിന്ന് പോയി. ആ ഒരു നിമിഷം തന്നെയാണ് ദിശ ഒറ്റക്കണ്ണ് തുറന്ന് നോക്കുന്നതും അത് അഗസ്ത്യ കാണുകയും ചെയ്തു. അവളുടേത് കള്ള ഉറക്കാണെന്ന് കണ്ടതും അവൻ അവളുടെ കാലിൻ്റെ ഭാഗത്തിരുന്ന് അവളുടെ കാലെടുത്ത് മടിയിൽ വെച്ചു. അവളുടെ കാലിനടിയിൽ ഉമ്മ വെച്ചു. ആ നിമിഷം അവളുടെ ഉള്ളിൽ കുളിര് കോരിയെങ്കിലും അടക്കി പിടിച്ചു നിന്നു. അന്നേരം അവൻ അവളുടെ കാലിൽ അമർത്തി കാണിച്ചു. അവളെ വേദനിപ്പിച്ചതും അച്ഛനെയും അമ്മയും നാട്ടുകാരെയും മൊത്തം വിളിച്ച് ഒരു തരം നിലവിളിയോടെ അവൾ ചാടി എഴുന്നേറ്റു അവനെ ദഹിപ്പിച്ചു നോക്കി.
അവളുടെ നിലവിളി കേട്ട അച്ഛനും അമ്മയും മുത്തശ്ശി ഓടിയെത്തി. അവർ കാര്യം തിരക്കി. അവൻ കാലിൽ പിടിച്ച് കഴിച്ചു എന്നെങ്ങനെ പറയും? അതുകൊണ്ട് അവൾ ഏതാണ്ടൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഉള്ളിലൂറിയ ചിരി മറച്ചു പിടിച്ച് അവരെ അവരുടെ വഴിക്ക് വിട്ട് മുതിർന്നവർ രംഗമൊഴിഞ്ഞു. തന്നെ തുറച്ചു നോക്കുന്ന പെണ്ണിൻ്റെ കയ്യിലേക്ക് അവളുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് അടങ്ങുന്ന ബോക്സ് വെച്ച് കൊടുത്തതും അതിനെ തിരികെ സെറ്റി തന്നെ വെച്ച് അവൾ മുറിയിലേക്ക് നടന്നു. അവൻ അവളുടെ കൈ പിടിച്ചു നിർത്തി. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്, ഞാൻ എങ്ങോട്ടുമില്ല എന്ന് മാത്രം പറഞ്ഞ് അവൾ മുറിയിലേക്ക് നടക്കുമ്പോൾ യാദൃശ്ചികമായി അങ്ങോട്ട് വന്ന അച്ഛൻ ഇതൊക്കെ കണ്ട് കാര്യമറിയാതെ അഗസ്ത്യയെ നോക്കി. അച്ഛൻ വിഷമിക്കണ്ട, നേരത്തെ ഞങ്ങൾ ചെറുതായി അടികൂടി, അതിൻ്റെ പിണക്ക ഈ കാണിക്കുന്നത്. മോനെ, അവൾ വരുന്നില്ലെങ്കിൽ നിർബന്ധിച്ച് കൊണ്ടുപോകണോ? അയാൾ ചോദിച്ചു. എനിക്കവളെ കൊണ്ടുപോയി പറ്റുവച്ചാ. എനിക്ക് അവളോട് ചില കാര്യങ്ങൾ തുറന്നു പറയണം. ആരോടും ഒന്നും പറയാനാവാതെ ഞാൻ നീറി കഴിയാം. ഇനിയും എനിക്ക് വയ്യ അച്ഛാ. അഗസ്ത്യയുടെ സ്വരമിടറി. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നം? അച്ഛനിൽ ആദ്യം നിറഞ്ഞു. അച്ഛാ, രോഹിത് മരിച്ചതല്ല, ആരോ കൊന്നതാ. അഗസ്ത്യക്ക് വാക്കുകൾ കിട്ടാതെയായി. ആ നിമിഷം അച്ഛൻ തറഞ്ഞു പോയിരുന്നു. രോഹിത് എന്ന് പറയുമ്പോൾ ആ മുംബൈക്കാരൻ, എൻ്റെ കുഞ്ഞിൻ്റെ അവനെങ്ങനെ? അപ്പം ആ കുഞ്ഞിനെന്തെങ്കിലും? അച്ഛന് വാക്കുകൾ കിട്ടാതെയായി. അതെ, അയാൾ തന്നെ. കുഞ്ഞിപ്പോൾ പോലീസിൻ്റെ സംരക്ഷണത്തിലാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുക. സ്വന്തമാണെന്ന് പറയാനോ ബോഡി ഏറ്റുവാങ്ങാനോ ആരുമില്ലാതെ ഒരു അജ്ഞാത ജഡമായി മോർച്ചറിയിലെ മുറിയിൽ തണുത്ത് മരവിച്ച് കിടക്കുന്നുണ്ട്. ആ കാഴ്ച എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു വച്ചാ. മോനെ, ആരുമില്ലെങ്കിൽ ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. നിന്നെയും അക്കിമോനെയും പോലെയല്ലേ അവനും എനിക്ക്. അയാളുടെ കണ്ണിൽ നനവ് പടർന്നിരുന്നു. വേണ്ട അച്ഛാ, അവനിൽ അച്ഛനേക്കാൾ അവകാശമുള്ള മറ്റു പലരും ജീവിച്ചിരിക്കെ വേണ്ട. ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ കൈയൊഴിയാൻ പറ്റില്ലല്ലോ. അഗസ്ത്യ ഒന്നും വിട്ടു പറഞ്ഞില്ല. മോനെ, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. ഞങ്ങളുടെ കുഞ്ഞല്ലേ അത്. അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ മോൻ ചെയ്താൽ മതി. ആ കുഞ്ഞ് അനാഥയായി വളരാൻ പാടില്ല. അതിനൊക്കെയും ഒരുപാട് ഫോർമാലിറ്റീസൊക്കെ ഉണ്ടച്ചാ. ആ കുഞ്ഞ് നിയമത്തിന് മുന്നിൽ നമ്മുടെ ആരുമല്ലല്ലോ. എന്നാലും അച്ഛൻ പേടിക്കേണ്ട. അച്ഛന് ദിശയെ സ്വന്തം മകളേക്കാളേറെ സ്നേഹിക്കാൻ പറ്റെങ്കിൽ എനിക്കും ചിലത് സാധിക്കും അച്ഛാ. എനിക്കിപ്പോൾ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം ഞാൻ ദിശയെന്ന് കാണട്ടെ. അവൾക്കിതുവരെ ഒന്നും അറിയില്ല. അത്രയും പറഞ്ഞ് അഗസ്ത്യ മുറിയിലേക്ക് നടന്നു. പാതിചാരിയ ഡോർ തുറന്ന് മുറിയിലേക്ക് കയറിയതും ദിശ വെരുകിനെ പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവന്റെ വരവ് കണ്ടതും തലയണടക്കം കണ്ണിൽ കണ്ടതൊക്കെ അവൾ അവന്റെ മേലേക്ക് എടുത്തെറിഞ്ഞു. അവൾ തന്റെ ദേഷ്യം പ്രകടിപ്പിച്ചു. അവസാനം തന്റെ കുട എടുത്ത് അവന്റെ തലമണ്ട നോക്കിയെറിഞ്ഞെങ്കിലും അവൻ അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറി. അവളുടെ ദേഷ്യം അപ്പോഴും അടങ്ങിയില്ല. അവന്റെ നെഞ്ച് പിടിച്ചു തള്ളി ജനലോരത്ത് വന്ന് മുഖം തിരിഞ്ഞു നിന്നതും അവരവളുടെ പിന്നിലൂടെ വന്ന് ഒരു കയ്യാലെ അവളുടെ വയറിലൂടെ വട്ടം ചുറ്റി പിടിച്ചു. തോളിൽ താടി ഊന്നി നിന്നു. സോറിടാ, ഐ ലവ് യു. അവളുടെ കാതോരം ചുംബിച്ചുകൊണ്ട് സ്വകാര്യം പോലെ പറഞ്ഞ് മറികൈയിലെ ചോക്ലേറ്റ് ബോക്സ് അവൾക്ക് നേരെ നീട്ടിയപ്പോൾ അവളത് വാങ്ങിച്ചില്ല. അവന് നേരെ അത് ബെഡിലേക്ക് എറിഞ്ഞു. അവളെ ഇറുകെ പുണർന്നു. ആ ഒരു നിമിഷം അവൾ ദേഷ്യത്തോടെ അവന് നേരെ തിരിഞ്ഞതും അവൻ അവളെ വിരിഞ്ഞു മുറുക്കി. ദിശ, പ്ലീസ്, ഐ നീഡ് എ ഹഗ്. ഇല്ല, ഞാനിപ്പം മരിച്ചു പോവും. അവൻ്റെ സ്വരമിടറിയതും അതവളുടെ ഹൃദയത്തിൽ കൊളുത്തി. അവൾ അവൻ്റെ മുഖം തനിക്ക് നേരെ അടുപ്പിച്ചു. അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ അവളെ വല്ലാതെയാക്കി. അവൾ അവനെ തന്നിലേക്ക് അടുപ്പിച്ചു. ആഞ്ഞു പുലുകിയതും അവൻ്റെ കണ്ണിലെ നനവ് അവളുടെ തോളിലൂടെ ഒഴുകിയിറങ്ങി. ദിശ, എനിക്ക് നിന്നോട് സംസാരിക്കണം ദിശ. എനിക്ക് നിന്നോട് എന്തൊക്കെ പറയണം. എനിക്കെല്ലാം തുറന്നു പറയാൻ നീയല്ലാതെ മറ്റാരാ ഉള്ളേ? സച്ചുവേട്ടാ, എന്താ പറ്റിയേ? എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? എന്താണെങ്കിലും പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. ആ നിമിഷം അവൾ അവൻ്റെ മാത്രം ദിശയായി മാറുകയായിരുന്നു. പറയണം. അതിനു മുൻപ് നമുക്ക് ഒരിടം വരെ പോകണം. സച്ചുവേട്ടാ, ഈ രാത്രിയിൽ നമ്മൾ എങ്ങോട്ടാ പോണേ? കൂടെ വരാൻ പേടിയുണ്ടോ? എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എനിക്ക് എന്നേക്കാൾ വിശ്വാസമാണ്. അതും പറഞ്ഞവൾ അവനെ ഒന്നുകൂടി ഇറുകെ പുണർന്നു. അവളുടെ ആദരങ്ങൾ അവൻ്റെ നെഞ്ചിൽ അമർന്നതും
അവൻ്റെ അതരങ്ങൾ അവളുടെ നെറുകയിൽ പതിഞ്ഞു. ലക്ഷ്മി നിലയം. സ്വർണ്ണലിപികളാൽ പേരുകൊത്തിയ നെയിം ബോർഡോടു കൂടിയുള്ള മതിൽ. പഴമയുടെ പ്രൗഢി കാത്തു സൂക്ഷിക്കുന്ന അതിമനോഹരമായ ഒറ്റനില വീട്. അഗസ്ത്യയുടെ കാർ വിശാലമായ മുറ്റമുള്ള ആ വീടിന് മുന്നിൽ നിർത്തി. പരിസരത്ത് ആളനക്കമോ ഒച്ചയോ ഒന്നുമില്ലായിരുന്നു. ദിശ ചുറ്റും കണ്ണോടിച്ചു. സച്ചുവേട്ടാ, ആരുടെ വീടാ ഇത്? വാ പറയാം. അഗസ്ത്യ അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഡോർ തുറക്കട്ടെ. അവളെ മുറ്റത്ത് നിർത്തി അഗസ്ത്യ പോക്കറ്റിൽ നിന്നും കീ എടുത്ത് ഡോർ തുറന്നു. തിരികെ അവളുടെ അരികിൽ വന്ന് അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. ദിശ, വലത് കാൽ വെച്ച് കയറണം. അവൻ പറഞ്ഞത് കേട്ടതും അവൾ തലയനക്കി അവൻ്റെ കൈ മുറുക്കി പിടിച്ചു. വലത് കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറി. അകത്തെത്തിയ അഗസ്ത്യ മുറിയിലെ ലൈറ്റ് തെളിയിച്ചു. അവൾ അവിടെ മുഴുവൻ കണ്ണോടിച്ചു. ഭീതി പരത്തുന്ന അന്തരീക്ഷം, ചുറ്റിലും നിശബ്ദത. ക്ലോക്കിൻ്റെ സൂചിയുടെ ചലനം പോലും അവളിൽ ഭയം നിറച്ചു. പേടിയുണ്ടോ? അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഇല്ലെന്ന് തലയണക്കി. ദിശ, നീ എന്നോട് ചോദിച്ചില്ലേ ലക്ഷ്മിയമ്മ ഇവിടെ? ലക്ഷ്മിയമ്മ എൻ്റെ ആരാന്നൊക്കെ? അഗസ്ത്യയുടെ വാക്കുകൾ കേട്ടതും ദിശ അവനിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ചു. ദാ അങ്ങോട്ട് നോക്ക്, നിനക്കുള്ള ഉത്തരം അവിടെയുണ്ട്. അഗസ്ത്യ വിരൽ ചൂണ്ടിയിടത്തേക്ക് ദിശയുടെ നോട്ടം ചെന്നെത്തി. മാലയിട്ട് തൂക്കിയ ലക്ഷ്മിയമ്മയുടെ ജീവൻ തുടിക്കുന്ന ഫോട്ടോ കണ്ട കാഴ്ചയിൽ അവൾ ഒരു നിമിഷം തറഞ്ഞു നിന്നു. അതേ ഞെട്ടലോടെ അവൾ അവനെ നോക്കി. നീ പോയതിനു ശേഷം വെറും 1 വർഷം മാത്രമായിരുന്നു അമ്മ ജീവിച്ചത്. ഫൈനൽ സ്റ്റേജ് ആയിരുന്നു. നിന്റെ മുന്നിൽ ചിരിച്ച് വർത്തമാനം പറഞ്ഞതൊക്കെയും മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാ. ഈ അമ്മ എൻ്റെ ആരാന്ന് ചോദിച്ചില്ലേ? ജന്മം കൊണ്ട് ഞാൻ അവർക്ക് ആരുമല്ല, പക്ഷേ കർമ്മം കൊണ്ട് ഞാൻ അവരുടെ മകനാണ്. എന്നോ നഷ്ടപ്പെട്ടു പോയ അവരുടെ സ്വന്തം മകനെ പോലെ അവരെന്നെ സ്നേഹിച്ചു. ഞാൻ ആ അമ്മയ്ക്ക് വേണ്ടി പണിത വീടാണ്. ആ അമ്മ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാ. വാ, നിനക്ക് കാണണ്ടേ നിന്റെ ലക്ഷ്മിയമ്മയെ? അഗസ്ത്യ അവളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ ഒരു പാവ കണക്കെ ദിശ അവൻ്റെ പിന്നാലെ ചെന്നു. ലക്ഷ്മിയമ്മയെ അടക്കം ചെയ്തിടത്ത് എത്തിയതും ദിശക്ക് കണ്ണുനീർ പിടിച്ചു നിർത്താനായില്ല. അവരുടെ തേജസാർന്ന മുഖം അപ്പോഴും കൺമുന്നിൽ കാണുന്നത് പോലെ. അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവളുടെ കാതിൽ പതിയുന്നത് പോലെ. അവൾക്ക് സങ്കടം അടക്കി നിർത്താനായില്ല. അഗസ്ത്യ അവളെ ചേർത്ത് പിടിച്ചു. നിന്നെക്കുറിച്ച് എന്നും പറയുമായിരുന്നു. നിന്റെ കൈയും പിടിച്ച് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരുന്നത് കാണാൻ അപ്പാവ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ അമ്മയുടെ ആഗ്രഹം ഈ മകൻ സാധിച്ചു തന്നിരിക്കുന്നു. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇരുവരും അത്തിത്തറയെ തൊട്ട് വണങ്ങി പ്രാർത്ഥിച്ചു. നിന്റെ ഉള്ളിൽ ഇനി ഒരുപാട് സംശയങ്ങൾ ബാക്കിയുണ്ടെന്നറിയാം. വാ, ഞാനെല്ലാം പറയാം. അഗസ്ത്യ അവളെയും കൂട്ടി മുറ്റത്തെ ആ അമ്പൽ കുളത്തിനരികിലേക്ക് നടന്നു. സീതാലക്ഷ്മി, അതായിരുന്നു അമ്മയുടെ മുഴുവൻ പേര്. പാലക്കാടിലെ ഒരു ഉൾഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ബ്രാഹ്മണ പെൺകുട്ടി. നൃത്തമായിരുന്നു അവളുടെ ലോകം. അഗ്രഹാരത്തിലെ കീഴ്വഴക്കങ്ങളൊന്നും തെറ്റിക്കാതെ തന്നെ അവൾ നൃത്തത്തെ മുറുകെ പിടിച്ചു. അപ്പയും അമ്മയും അനിയത്തിയും പാട്ടിയുടങ്ങുന്ന സന്തുഷ്ട കുടുംബം. അവരോടൊപ്പം സീതാലക്ഷ്മി അനുസരണയുള്ള മകളായി വളർന്നു. പിന്നെ അവൻ്റെ വരവോടുകൂടിയാണ് സീതാലക്ഷ്മിയുടെ ജീവിതം മാറി മറിയുന്നത്. ഒരു പുരുഷനും കയറിക്കൂടാൻ പറ്റാത്ത അവളുടെ ഹൃദയത്തിൽ അവൻ കൂടൊരുക്കി. നൃത്തത്തെ മാത്രം പ്രണയിച്ച അവരുടെ ഹൃദയത്തിലേക്ക് പ്രണയം കോരിയിട്ടത് അവനായിരുന്നു. പിന്നീട് സീതാലക്ഷ്മിയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയതും അവൻ തന്നെയായിരുന്നു. പ്രണയം ഇരുവരെയും അന്ധരാക്കി. സീതാലക്ഷ്മിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇരുവരും രഹസ്യ വിവാഹം നടത്തി. ദൈവത്തെ സാക്ഷി നിർത്തി അവൻ സീതയുടെ കഴുത്തിൽ താലികെട്ടി. ആരും അറിയാതെ ഇരുവരും പലപ്പോഴായി കാണുമായിരുന്നു. ഡാൻസ് ക്ലാസ്സിലേക്കൊന്നും കള്ളം പറഞ്ഞായിരുന്നു സീത വീട്ടിൽ നിന്നും പോന്നിരുന്നത്. അതിനിടയിൽ എപ്പോഴോ ഇരുവരും എല്ലാം മറന്ന് ഒന്നായി. ദിവസങ്ങൾ കടന്നുപോയി. നാട്ടിലേക്കാണെന്ന് പറഞ്ഞ് അവൻ അവളോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ തിരിച്ചു വരുമെന്ന് ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പിന്മേ സീത അവൻ്റെ ഓർമ്മകളുമായി ദിവസങ്ങൾ തള്ളി നീക്കി. അവൻ വന്നില്ല. ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു. സീതയ്ക്ക് വേണ്ടി അച്ഛനമ്മമാർ മറ്റൊരുത്തനെ കണ്ടെത്തി. ഇതിനിടയിൽ താൻ അവൾ ഗർഭിണിയാണെന്ന സത്യം തിരിച്ചറിഞ്ഞു. ഒപ്പം വീട്ടുകാരും. വീടിനും നാടിനും അപമാനം വരുത്തി വെച്ചെന്നും പറഞ്ഞ് എല്ലാവരും കൂടി അവൾ അഗ്രഹാരത്തിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ചു. ആരുടെയോ കരുണ കൊണ്ട് അവിടുന്ന് മറ്റൊരു നാട്ടിലെത്തി. അതിനിടയിൽ അവർ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. 2 വർഷം അവരെങ്ങനെയൊക്കെയോ ജീവിതം തള്ളി നീക്കി. മകന് നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി സീത വീണ്ടും ചിലങ്കണിയാൻ തീരുമാനിച്ചു. മുംബൈയിൽ ഒരു ഡാൻസ് സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടാണ് സീത മകനുമായി മുംബൈയിലേക്കുള്ള ട്രെയിൻ കയറുന്നത്. വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇടയിൽ കുഞ്ഞ് വിശന്ന് കരഞ്ഞുകൊണ്ടിരുന്നു.
വണ്ടി ഏതോ സ്റ്റേഷനിൽ നിർത്തിയ നേരത്ത് സീത കുഞ്ഞിനരികിൽ ബാഗും വെച്ച് തൻ്റെ ഹാൻഡ് ബാഗും കയ്യിൽ പിടിച്ച് പുറത്തിറങ്ങി നടന്നു. ആദ്യമായി ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന അവർക്കൊന്നും അറിയില്ലായിരുന്നു. ട്രെയിൻ മുന്നോട്ട് നീങ്ങുന്നത് അറിയാതെ അവർ കുഞ്ഞിന് ഭക്ഷണം വാങ്ങിക്കുന്ന തിരക്കിലായിരുന്നു. ഒടുവിൽ എപ്പോഴും മുന്നോട്ട് നീങ്ങുന്ന ട്രെയിനിലേക്ക് അവരുടെ ശ്രദ്ധ എത്തിയെങ്കിലും കിതച്ച് തിരികെ എത്തിയപ്പോഴേക്കും ട്രെയിൻ അവരുടെ കൺമുന്നിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. ആ നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ അവർ അവിടെ തന്നെ ബോധം മറഞ്ഞു വീഴുകയായിരുന്നു. സ്വന്തമാണെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്ന കുഞ്ഞ് തൻ്റെ കൺമുന്നിൽ വെച്ച് ആ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന. പിന്നീട് അങ്ങോട്ട് അവർ ഒരു ഭ്രാന്തിയായി മാറുകയായിരുന്നു. ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ മുഴുവൻ സർക്കാർ ഭ്രാന്താശുപത്രിയിലെ സെല്ലിൽ കഴിച്ചുകൂട്ടി. ഒരാളെ ആത്മാർത്ഥമായി പ്രണയിച്ചതിന് കിട്ടിയ സമ്മാനം. ഞാൻ ACPI കൊച്ചിയിൽ ചാർജ് എടുത്ത് 1 മാസമാവുന്നു. അതിനിടയിലാണ് ഒരു കേസിൻ്റെ ഭാഗമായി എനിക്ക് അവിടുത്തെ മെൻ്റൽ ഹെൽത്ത് സെൻ്ററിൽ പോവേണ്ടി വന്നത്. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി അവരെ കാണുന്നത്. ഒരു ബാഗും കൈ പിടിച്ച് എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് ഗേറ്റ് കടന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ നഴ്സുമാരൊക്കെ അവരെ ഓടിച്ചു പിടിച്ചു. ആ കാഴ്ച ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. അവരുടെ സ്ഥാനത്ത് ഞാനന്ന് എൻ്റെ അമ്മയുടെ മുഖമാണ് കണ്ടത്. പെട്ടെന്ന് അവർ ബോധം മറഞ്ഞു വീഴുകയായിരുന്നു. എനിക്കെന്തോ ആ കാഴ്ച കണ്ടു നിൽക്കാനായില്ല. ഞാൻ അവരെക്കുറിച്ച് ഹോസ്പിറ്റൽ അധികൃതരോട് അന്വേഷിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ആരൊക്കെയോ ചേർന്ന് അവിടെ എത്തിച്ചതാണത്രേ. ആ ബാഗും നെഞ്ചോട് ചേർത്ത് എൻ്റെ കുഞ്ഞെന്നും പറഞ്ഞ് എന്നും കരയുമായിരുന്നെന്ന്. കൂടുതലൊന്നും അവർക്കും അറിയില്ല. അങ്ങനെയാണ് ഞാൻ അവരുടെ ബാഗ് പരിശോധിക്കുന്നത്. അതിൽ നിന്നൊരു പഴയ ആൽബം കണ്ടു കിട്ടി. അതിൽ അവരുടെ ഒരുപാട് പഴയ ഫോട്ടോസ് ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ എൻ്റെ അച്ഛൻ ഇന്ദ്രപ്രസ്ഥത്തിൽ അശോക് മേനോനോട് ചേർന്നുള്ള അവരുടെ ഒരു ഫോട്ടോയും, അതും വിവാഹ വേഷത്തിൽ. അത് കണ്ടതും ഞാൻ തറഞ്ഞു പോവുകയായിരുന്നു. അന്ന് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് മടങ്ങിയെങ്കിലും പിന്നീട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും അവരെ കാണാനെത്തി. അന്നവരെ എൻ്റെ കൺമുന്നിൽ വെച്ച് വീണ്ടും ബോധം മറഞ്ഞു വീണതും ഞാൻ അവരെ നല്ലൊരു ഡോക്ടറെ കാണിച്ചു. അങ്ങനെയാണ് അവർക്ക് ക്യാൻസർ രോഗമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഫൈനൽ സ്റ്റേജ് ആയിരുന്നു. ആ മെൻ്റൽ ഹോസ്പിറ്റലുകാർ നേരത്തെ ഇതറിഞ്ഞിട്ടും വേണ്ട ചികിത്സ നൽകിയില്ല. അന്ന് എനിക്ക് ആ ഹോസ്പിറ്റലിനെതിരെ ലീഗലി മൂവ് ചെയ്യാമായിരുന്നു. പക്ഷേ പലതും എന്നെ പിന്തിരിപ്പിച്ചു. എനിക്ക് അവരിൽ നിന്നും ചിലതൊക്കെ അറിയണമായിരുന്നു. അതിനാൽ അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ചികിത്സ ഞാൻ ഏറ്റെടുത്തു. ചുരുങ്ങിയ ആഴ്ചകൾക്ക് ശേഷം മാനസികാരോഗ്യം വീണ്ടെടുത്ത അവർ പിന്നീട് എന്നോട് അവരുടെ കഥകളൊക്കെയും തുറന്നു പറഞ്ഞു. നഷ്ടപ്പെട്ട മകനെ ഓർത്ത് വിഷമിക്കുന്ന അവരോട് ഞാൻ പറഞ്ഞു, എന്നെ സ്വന്തം മകനായി കരുതിക്കൊള്ളാൻ. പക്ഷേ ഒന്ന് മാത്രം എനിക്ക് പറയാനായില്ല. അവരുടെ ജീവിതം ഈ നിലയിൽ കൊണ്ടെത്തിച്ച ഇന്ദ്രപ്രസ്ഥത്തിൽ അശോക് മേനോൻ്റെ മകനാണ് ഞാനെന്ന്. എനിക്കത് പറയാൻ തോന്നിയില്ല. ചിലപ്പോൾ അവരെന്നെ വെറുത്താലോ എന്ന് തോന്നി. ഞാൻ ആദ്യമായി എൻ്റെ അച്ഛനെ ഒരിത്തിരിയെങ്കിലും വെറുത്തു പോയി. അവർ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ എല്ലാവരുടെയും മുന്നിൽ അവരെ കൊണ്ട് നിർത്തി ചോദിക്കാമായിരുന്നു, എന്തിനായിരുന്നു ഈ പാവത്തിനെ സ്നേഹം നടിച്ച് വഞ്ചിച്ചതെന്ന്. പക്ഷേ അവിടെ തകർന്നു പോകുന്നത് എൻ്റെ സ്വന്തം അമ്മയുടെ ഹൃദയമാണ്, എൻ്റെ അമ്മയുടെ ജീവിതമാണ്. അച്ഛനെ അത്രത്തോളം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ അമ്മയ്ക്ക് അതൊരിക്കലും താങ്ങാനാവില്ലെന്ന് എനിക്കറിയായിരുന്നു. അത്രയ്ക്കും പാവാണ് എൻ്റെ അമ്മ. അതുപോലൊരു അമ്മയാണ് സീതാലക്ഷ്മി എന്നും എൻ്റെ മനസ്സാക്ഷി അന്നെന്നെ പറഞ്ഞ് പഠിപ്പിച്ചു. അന്ന് മുതൽ എൻ്റെ സ്വന്തം അമ്മയ്ക്ക് പോലും കൊടുക്കാത്ത സ്നേഹവും കരുതലും ഞാൻ ഈ അമ്മയ്ക്ക് കൊടുത്തു. എൻ്റെ സ്വന്തം അമ്മയുടെ മുന്നിൽ ഗൗരവക്കാരനായ മകനായപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് ഞാൻ അമ്മയുടെ ഓരോ ഇഷ്ടങ്ങളും അറിഞ്ഞു ചെയ്യുന്ന സ്നേഹനിധിയായ മകനായി. ഇന്നേവരെ എൻ്റെ അമ്മയുടെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ഒന്നും ഞാൻ ചോദിച്ചറിഞ്ഞിട്ടില്ല. അതെൻ്റെ അമ്മയോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. എൻ്റെ അമ്മ കൂടുതൽ സന്തോഷിക്കുന്നത് കണ്ട് ദൈവം അസൂയപ്പെട്ടാലോ? ലക്ഷ്മി അമ്മയ്ക്ക് ഈ വിധി വരുത്തിയതിന് ദൈവം എൻ്റെ അമ്മയെ ശിക്ഷിച്ചാലോ? അതിന് പകരമായി ഒരു കുഞ്ഞു നൊമ്പരം ഞാൻ തന്നെ കൊടുത്തു. മനഃപൂർവ്വം തന്നെയാണ് ഫ്ലാറ്റിലേക്ക് താമസം മാറിയത്. എൻ്റെ അമ്മയുടെ മുഖം കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. ആ പാവം എൻ്റെ അച്ഛനെ എന്തുമാത്രം വിശ്വസിച്ചു, ഇപ്പോഴും വിശ്വസിക്കുന്നു. ജന്മം തന്നുപോയില്ലേ, അതുകൊണ്ട് എനിക്ക് അച്ഛനെയും വെറുക്കാൻ തോന്നിയില്ല. അത്രയും പറഞ്ഞ അഗസ്ത്യ ആഞ്ഞൊരു ശ്വാസം വലിച്ചതും ദിശ നിറകണ്ണുകളോടെ അവനെ നോക്കി അവനെ ഇറുകെ പുണർന്നു.